കോൺഗ്രസിന്റെ പാവകളായി സർക്കാരിനെതിരെ പ്രക്ഷോഭം അഴിച്ചുവിട്ട് തെരുവിൽ ആക്രോശിക്കുന്ന ആശാവർക്കർമാർക്ക് ഇപ്പോഴും സഹായഹസ്തവുമായി ശത്രുക്കളല്ല മിത്രങ്ങളാണെന്ന് പരസ്യമായി ബോധ്യപ്പെടുത്തി ചേർത്ത് പിടിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഒരു ശരിയായ ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം തന്റെ പ്രജകളെല്ലാം ഇരു കണ്ണുകൾ പോലെ തുല്യതയുള്ളവരാണ്. അവർക്ക് വേണ്ടതൊക്കെ കഴിയും വിധം എത്തിച്ചു കൊടുക്കുക എന്നത് ഭരണ നേട്ടവുമാണ്. പിണറായി സർക്കാർ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ കാലാകാലങ്ങളായി ഇതുതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ആരോഗ്യ മേഖലയെ മുഴുവൻ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് ആശാവർക്കർമാർ സംസ്ഥാന സർക്കാരിനെതിരെ കോൺഗ്രസിന്റെ വാക്കുകേട്ട് പട നയിക്കുമ്പോഴും മാറ്റമില്ല. ആശാ വർക്കേഴ്സിന് ജനുവരിയിലെ ഓണറേറിയം അനുവദിച്ചുകൊണ്ട് ഉത്തരവായി. 3 മാസത്തെ കുടിശ്ശികയും ഇൻസെന്റീവും സർക്കാർ അനുവദിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജ് വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ആശാ വർക്കേഴ്സിനോട് അനുഭാവപൂർവമായ സമീപനമാണ് സംസ്ഥാന സർക്കാരിനുള്ളതെന്നും വീണ ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നാണ് സംസ്ഥാനത്തിന്റെ നിലപാട്. കേന്ദ്രം നൽകാനുള്ള കുടിശ്ശിക 100 കോടി രൂപയോളമാണ്. സംസ്ഥാനത്തിന്റെ ഓണറേറിയം പൂർണ്ണമായി നൽകിയെന്നും മന്ത്രി വ്യക്തമാക്കി. കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ ആദ്യം ഉന്നയിച്ചത് ആശാ വർക്കേഴ്സിന്റെ കാര്യമാണെന്നും മന്ത്രി അറിയിച്ചു. ഇൻസെന്റീവ് ഉൾപ്പെടെ 89% ആശാ വർക്കേഴ്സിനും ലഭിക്കുന്നുണ്ട്. 2000-ൽ താഴെ മാത്രം വർക്കേഴ്സാണ് സമരത്തിൽ പങ്കെടുക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. ആശാ വർക്കർമാർക്ക് രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ വേതനം വാങ്ങുന്നത് കേരളത്തിലാണെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയാണ് ഇപ്പോഴും അവർ സർക്കാരിനെതിരെ പ്രവർത്തിക്കുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് തരാനുള്ള 100 കോടി രൂപ പലപ്പോഴായി ആവശ്യപ്പെട്ടിട്ടും കേട്ട ഭാവമില്ലാതെ പെരുമാറുന്നത് കേന്ദ്രത്തിന് കേരളത്തോടുള്ള വിദ്വേഷം കൊണ്ട് മാത്രമാണ്. പക്ഷേ അതിന് പാവപ്പെട്ട ജനങ്ങളുടെ വയറ്റത്തടിച്ചിട്ടല്ല യുദ്ധം ചെയ്യേണ്ടത്. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ ആശാവർക്കർമാർക്ക് നൽകുന്നത് 5000 രൂപ മാത്രമാണ്. അതേസമയം കേരളത്തിൽ 13000-ത്തിലധികം രൂപയാണ് ആശാവർക്കർമാർക്ക് ലഭിക്കുക. എന്നിട്ടും കോൺഗ്രസ് ഇക്കൂട്ടരെ സംസ്ഥാന സർക്കാരിനെതിരെ തിരിക്കുമ്പോൾ അവർക്ക് രാഷ്ട്രീയ കുതന്ത്രം മാത്രമാണ് അത്. എന്നാൽ സർക്കാർ മറ്റു മാർഗങ്ങൾ തേടി ആശാവർക്കർമാർക്ക് തൊഴിൽ നഷ്ടമായാൽ പിന്നിൽ നിന്ന് ഉന്തിവിടുന്നവർക്ക് യാതൊരു നഷ്ടവുമില്ല എന്ന് മാത്രമല്ല, അവർ അണിയറയുടെ ഇരുട്ടിലേക്ക് തന്നെ കൂടുതൽ മറഞ്ഞിരിക്കുകയും ചെയ്യും. 26,000 പേർ മാത്രമാണ് കേരളത്തിൽ മൊത്തമുള്ള ആശാവർക്കർമാർ. എന്നാൽ ഇന്ത്യ മൊത്തത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ 10 ലക്ഷത്തിലധികം ആളുകൾ ഈ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിനോട് ആശാവർക്കർമാരെ തള്ളിവിട്ട് പ്രതികാരം ചെയ്യുന്ന കേന്ദ്രം പോലും അവർക്ക് ആനുകൂല്യങ്ങൾ കൂട്ടിക്കൊടുക്കുകയോ അവരെ സ്ഥിരം തൊഴിലാളികളായി നിയമിക്കാനോ ഒന്നും തയ്യാറല്ല. കേന്ദ്രം ആശാവർക്കർമാരോട് കാണിക്കുന്ന അവഗണന ഇത്രയും ക്രൂരമായിട്ട് പോലും സംസ്ഥാന സർക്കാർ അവരെ കൂടുതൽ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. കേന്ദ്ര സർക്കാർ അവരെ സ്ഥിരം തൊഴിലാളികളാക്കുകയാണെങ്കിൽ അവർക്ക് സ്ഥിരമായി ഒരു ശമ്പളവും പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും ലഭിക്കാൻ ഇടവരും. ഈ സാഹചര്യത്തിൽ പോലും ആശാവർക്കർമാർക്ക് അർഹതപ്പെട്ട 100 കോടി രൂപ പോലും കേന്ദ്ര സർക്കാർ നൽകാതെ പിടിച്ചു വച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നത് മുഴുവൻ ആശാവർക്കർമാരെയും തൊഴിലാളികളായി അംഗീകരിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനത്തിനുള്ള ആജീവനാന്ത പരിരക്ഷ ഏർപ്പെടുത്തണമെന്നാണ്. ഇതുകൊണ്ട് മാത്രമേ ഈ തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിലാളികൾക്ക് ഇന്ത്യയിൽ കിട്ടുന്ന മിനിമം കൂലിയും ആനുകൂല്യങ്ങളും കൊടുക്കാനുള്ള വഴി ഉണ്ടാകൂ. അതിന് തീരുമാനമെടുക്കേണ്ടത് കേന്ദ്രം തന്നെയാണ്. അതിനുള്ള സമ്മർദ്ദമാണ് സംസ്ഥാന സർക്കാർ കാലാകാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത് മനസ്സിലാക്കാതെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഈ ചിന്താഗതിയെ പോലും വിലമതിക്കാത്ത തരത്തിലാണ് കോൺഗ്രസ് BJP കൂട്ടുകെട്ട് ആശാവർക്കർമാരെ സംസ്ഥാന സർക്കാരിനെതിരെ തിരിക്കുന്നതിലൂടെ ചെയ്യുന്നത്. സംസ്ഥാന സർക്കാർ തൊഴിലാളി പക്ഷ സർക്കാരാണ്. കാലാകാലങ്ങളായി മുഴുവൻ തൊഴിലാളികളുടെയും ക്ഷേമത്തിനു വേണ്ടി അധികാരമുള്ളപ്പോഴും അല്ലാത്തപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സർക്കാരിനെയാണ് ഈ പ്രക്ഷോഭങ്ങൾ നടക്കുന്നത്. തൊഴിലാളികൾ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അവരെ അനുഭാവപൂർവ്വം കേൾക്കാനും പരിഗണിക്കാനും അവർക്ക് വേണ്ട എന്ത് സഹായവും ചെയ്യാനും സംസ്ഥാന സർക്കാർ പൂർണ്ണ മനസ്സോടെ തൽപരരാണ് എന്നതിന്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ ആനുകൂല്യങ്ങളെല്ലാം അനുവദിച്ചുകൊണ്ട് ഉത്തരവായത്. ഇനി സംസ്ഥാന സർക്കാരിന്റെ ആശാവർക്കർമാർക്ക് വേണ്ടിയുള്ള ആവശ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ടതും അർഹമായ തുക വിട്ടുകൊടുക്കേണ്ടതും BJP സർക്കാരാണ്.